أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه أجمعين أما بعد. അള്ളാഹുവിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ഒരിക്കൽ കൂടി പരിശുദ്ധ റമളാനെ സ്വീകരിക്കാൻ നമുക്ക് സാധിച്ചിരിക്കുന്നു. അൽഹംദുലില്ലാഹ്. അള്ളാഹു നമ്മുടെ നോമ്പും മറ്റു എല്ലാ സൽക്കർമ്മങ്ങളും സ്വീകരിക്കുമാറാവട്ടെ. അതുവഴി നമ്മുടെ പാപങ്ങൾ പുറത്തു തരുമാറാവട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. മുഅ്മിനീങ്ങളെ, ഒരിക്കൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ സ്വഹാബത്തിനോട് സ്വർഗത്തിന്റെ കവാടങ്ങളെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കുകയാണ്. വിശദീകരിച്ചുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു വരുന്നു, നോമ്പുകാരനെ നിസ്കരിക്കുന്നവർക്ക് ബാബു സലാത്തും, ജിഹാദിന്റെ അഹ്ലുകാർക്ക് ബാബുൽ ജിഹാദും, അതുപോലെ തന്നെ സ്വതക്ക പതിവാക്കിയവർക്ക് ബാബു സദക്കയും, നോമ്പുകാർക്ക് ബാബു റയ്യാനും തുടങ്ങി ഓരോ കർമ്മങ്ങളും ചെയ്യുന്നവർക്ക് പ്രത്യേകമായി തയ്യാറാക്കപ്പെട്ട വാതിൽ, സ്വർഗത്തിന്റെ വാതിലുകളെ കുറിച്ച് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയുണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടർന്ന് പറയുന്നു, ബാബു റയ്യാൻ മഹ്ശറ വേളയിൽ ഐന സ്വായിമൂൻ യഖൂലു ഐന സ്വായിമൂൻ ഐന സ്വായിമൂൻ. മഹ്ശറയുടെ വിരുമാറിൽ ഓരോ വ്യക്തിയും തന്റെ നന്മ തിന്മകളുടെ കണക്കെടുപ്പുകളെ കുറിച്ച് ആലോചിക്കുമ്പോൾ, അതുപോലെ തന്നെ ഫരീഖും ഫിൽ ജന്ന വ ഫരീഖും ഫിസ് സഈർ എന്ന് പറഞ്ഞ് സ്വർഗത്തിലേക്കും നരകത്തിലേക്കും മനുഷ്യകുലത്തെ വേർതിരിച്ചു നിർത്തുന്ന ആ വേളയിൽ സ്വർഗത്തിന്റെ ഭാഗത്തു നിന്നും ഒരു വിളിയാളം ഉയരും. ബാബു റയ്യാൻ എന്ന കവാടം ഉറക്കെ വിളിച്ചു ചോദിക്കും, ഐന സ്വായിമൂൻ. പരകോടി ജനങ്ങൾക്കിടയിൽ നിന്ന് സ്വായിമീങ്ങൾ ആഘോഷത്തോടുകൂടെ ബാബു റയ്യാനിന്റെ അടുത്തേക്ക് ചെല്ലും. മലക്കുകൾ അവരെ സ്വർഗത്തിലേക്ക് ആനയിക്കും. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തുടർന്ന് പറയുന്നു, നോമ്പുകാരിലെ അവസാന ആളും സ്വർഗത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ ബാബു റയ്യാൻ അടക്കപ്പെടും. പിന്നീട് ആ ബാബു റയ്യാൻ വഴി ഒരാളും സ്വർഗത്തിലേക്ക് പ്രവേശിക്കുന്നില്ല. സഹോദരന്മാരെ, നാം ഇപ്പോൾ നിലകൊള്ളുന്നത് അനുഗ്രഹങ്ങളുടെ മാസമായ റമളാനിലാണ്. നമുക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ട മാസമാണല്ലോ ഷഹ്റു റമളാൻ. ഖുർആനിൽ പറഞ്ഞ പോലെ ഫമൻ ഷഹിദ മിൻകും അശ്ശഹ്റ ഫല്യസും. റമളാൻ മാസത്തിൽ ബുദ്ധിയും ശുദ്ധിയും പ്രായപൂർത്തിയുമുള്ള ആരൊക്കെ റമളാൻ മാസം സാക്ഷ്യം വഹിച്ചോ അവർ അതിൽ നോമ്പ് അനുഷ്ഠിക്കണം. നോമ്പ് വല്ലാത്തൊരു അനുഗ്രഹമാണ്. നമ്മുടെ ജീവിതത്തിൽ പരമമായ ലക്ഷ്യമാണല്ലോ സ്വർഗം. ആ സ്വർഗം നേടാൻ അനുയോജ്യമായ ഒരു ഇബാദത്താണ് നോമ്പ്. അള്ളാഹുവിന്റെ റസൂലിന്റെ സമീപത്ത് വന്നുകൊണ്ട് ഒരിക്കൽ ഒരു സ്വഹാബി അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ചോദിക്കുകയുണ്ടായി, യാ റസൂലല്ലാഹ് മുർനി ബിഅമലി യദ്ഖുലു ബിഹിൽ ജന്ന. അള്ളാഹുവിന്റെ തിരുദൂതരെ, എനിക്ക് ഒരു അമൽ നിങ്ങൾ പറഞ്ഞു തരണം. അത് എന്റെ ജീവിതത്തിൽ ഞാൻ പതിവാക്കിയാൽ എനിക്ക് സ്വർഗം കിട്ടുമെന്ന് ഉറപ്പു വരുന്ന രീതിയിലുള്ള ഒരു അമൽ എനിക്ക് നിങ്ങൾ പറഞ്ഞു തരണം. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു കൊടുക്കുന്നു, അലൈക ബിസ്സിയാം ഫഇന്നഹു ലാ ഈദ ലഹ്. അബൂ ഉമാമ, താങ്കൾ നോമ്പിനെ പതിവാക്കുക. സ്വർഗപ്രവേശനത്തിന് അത്രത്തോളം ഉറപ്പ് ലഭിക്കുന്ന മറ്റൊരു അമലില്ല. രണ്ടാമതും മൂന്നാമതും അബൂ ഉമാമ റളിയല്ലാഹു അൻഹു ഇതേ ചോദ്യം ആവർത്തിക്കുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അത് തന്നെ മറുപടി പറഞ്ഞു കൊടുത്തു, അലൈക ബിസ്സിയാം. ഹദീസ് റിവായത്ത് ചെയ്തുകൊണ്ട് സ്വഹാബത്ത് നമ്മെ പഠിപ്പിക്കുന്നു, ഈ ഹദീസ് കേട്ടതിന് ശേഷം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്നും ഇത് പഠിച്ച ശേഷം അബൂ ഉമാമ റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിൽ പകൽ സമയത്ത് പുക ഉയരുന്നത് അവരാരും കണ്ടിട്ടില്ല. അവരുടെ വീട്ടിൽ വല്ല അതിഥികളും വന്നാൽ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ ദിവസങ്ങളിലും അവർ നോമ്പ് അനുഷ്ഠിച്ചു കൊണ്ടാണ് കഴിഞ്ഞുകൂടിയത്. നോമ്പ് വളരെ പ്രധാനപ്പെട്ട അമലാണ്. കാരണം നോമ്പ് എടുക്കുമ്പോൾ നമ്മുടെ പാപങ്ങൾ ഒക്കെ പൊറുക്കപ്പെടുന്നു. മൻസാമ റമളാന ഈമാനൻ വഹ്തിസാബൻ ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി. നമ്മിൽ നിന്ന് വന്നുപോയ എല്ലാ പാപങ്ങളും നോമ്പനുഷ്ഠിക്കുക വഴി നമുക്ക് പുറത്തു കിട്ടുന്നു. അള്ളാഹു പറഞ്ഞില്ലേ, ലഅല്ലക്കും തത്തഖൂൻ. നിങ്ങൾക്ക് തഖ്വ ഉണ്ടാവാൻ വേണ്ടിയാണ് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടത്. തഖ്വ ഉണ്ടാകുമ്പോഴേ നമുക്ക് സൽക്കർമ്മങ്ങൾ ചെയ്യാനും അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തിക്കൊണ്ട് നമുക്ക് സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാനും കഴിയുകയുള്ളൂ. സ്വർഗത്തിന്റെ വിളിക്ക് ഉത്തരം നൽകാൻ കഴിയുകയുള്ളൂ. തഖ്വ ഉണ്ടാവേണ്ടത് നമ്മുടെ മനസ്സിലാണ്. നമ്മുടെ ബാഹ്യമായ ഒരു പ്രകടനവും നമ്മുടെ തഖ്വയെ അളക്കാൻ പറ്റുന്നതല്ല. അതുകൊണ്ടാണ് നോമ്പ് പ്രത്യേകമായ ഇബാദത്താകുന്നതും അള്ളാഹുവിന് ഇഷ്ടപ്പെടുന്ന ഇബാദത്തായി മാറുന്നതും. നോമ്പ് കേവലം ഭക്ഷണപാനീയങ്ങൾ ഉപേക്ഷിക്കാൻ
വേണ്ടി മാത്രമുള്ളതല്ല. മനസ്സിന്റെ ഈമാൻ അത് മറ്റ് ശരീരഭാഗങ്ങൾക്കും നമ്മുടെ നോമ്പിന്റെ പങ്കാളിത്തം നൽകണം. ആന്തരിക അവയവങ്ങളെ മനസ്സ് നിയന്ത്രിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ബാഹ്യമായ അവയവങ്ങളും നിയന്ത്രിക്കപ്പെടണം. കണ്ണും കാതും കൈയും കാലും നാവുമെല്ലാം നോമ്പെടുക്കണം. അപ്പോഴേ സ്വർഗത്തിന്റെ വിളിക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുകയുള്ളൂ. ആ അയിന സ്വാഇമൂൻ എന്ന ചോദ്യത്തിന് സ്വാഇമീങ്ങളായിക്കൊണ്ട് ഉത്തരം നൽകി അവർ സ്വർഗത്തിന്റെ കവാടത്തിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുകയുള്ളൂ. അപ്പോഴേ അള്ളാഹു പറഞ്ഞ പോലെ അസ്സൗമുലി വഅനജ്സി ബിഹി എന്ന ആ പറഞ്ഞ ഗണത്തിൽ നമ്മൾ ഉൾപ്പെടുന്നുള്ളൂ. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ ലിസ്വായിമി ഫറഹത്താനി ഫറഹത്തുൻ ഇൻദൽ ഫിത്രി വഫറഹത്തുൻ ഇൻദ ലിഖാഇ റബ്ബിഹി എന്ന് പറഞ്ഞ രണ്ടാമത് ലഭിക്കുന്ന ആ ലിഖാ, ഒന്നാമത് നോമ്പ് തുറക്കുമ്പോൾ ശരീരത്തിന് കിട്ടുന്ന ആ സുഖം ഏതൊരു നോമ്പുകാരനും ലഭിച്ചേക്കാം. പക്ഷേ രണ്ടാമത് പറഞ്ഞ ലിഖാ അള്ളാഹുവിനെ കണ്ടുമുട്ടുക എന്ന ആ ലിഖാ അനുഭവിക്കണമെങ്കിൽ നമ്മുടെ നോമ്പ് നമ്മുടെ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും നമ്മൾ ചെയ്യുന്നതായിരിക്കണം. കണ്ണിനും കാതിനും നാവിനും എല്ലാം അച്ചടക്കത്തോടുകൂടെ നിയന്ത്രിച്ചു കൊണ്ടുള്ള നോമ്പായിരിക്കണം നാം ചെയ്യേണ്ടത്. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞില്ലേ, മല്ലം യദഅ ഖൗല സൂരി വലൈസ ലില്ലാഹി ഹാജ ബിഅൻ യദഅ തഅമഹു വശറാബ. ഒരാള് അയാളുടെ നാവ് നിയന്ത്രിച്ചില്ലെങ്കിൽ, മോശമായ സംസാരങ്ങൾ ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ അവർ അന്നപാനീയങ്ങൾ ഉപേക്ഷിക്കുന്നത് കൊണ്ട് അള്ളാഹുവിന് ഒരു ആവശ്യമില്ല. ഇതിൽ നിന്നെല്ലാം നാം മനസ്സിലാക്കേണ്ടത്, നമ്മെ നോമ്പ് സ്വർഗത്തിലേക്ക് ആനയിക്കുമ്പോൾ, സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി വളരെയേറെ അനുയോജ്യമായ ഒരു അമലാണ് നോമ്പ്. ആ നോമ്പ് നമ്മൾ യഥാവിധി അനുഷ്ഠിക്കുമ്പോൾ നമുക്ക് സ്വർഗത്തിലേക്കുള്ള പ്രവേശനം വളരെ എളുപ്പമായി ലഭിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ റമളാൻ മാസത്തിൽ അത്തരത്തിലുള്ള നോമ്പ് അനുഷ്ഠിക്കുവാൻ നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. നമ്മുടെ പാപങ്ങളൊക്കെ പുറത്ത് നമ്മൾ ബാബുർ റയ്യാൻ വിളിക്കുമ്പോൾ, അയിന സ്വാഇമൂൻ എന്ന വിളി വരുമ്പോൾ അതിന് ഉത്തരം നൽകി ആ വാതിലിലൂടെ സ്വർഗത്തിലേക്ക് പ്രവേശിച്ച് അള്ളാഹുവിന്റെ ലിഖാ അനുഭവിക്കുവാൻ പറ്റുന്ന മുഅ്മിനീങ്ങളിലും സ്വാഇമീങ്ങളിലും നമ്മെ ഉൾപ്പെടുത്തട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്ന് പ്രാർത്ഥിച്ച് ഞാൻ നിർത്തുന്നു. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين. اللهم ارحمني يا أرحم الراحمين.